4 വിദ്യാർത്ഥിനികളുടെ അപകട മരണം നടന്ന പാലക്കാട് പനയമ്പാടം സന്ദർശിച്ച ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. പനയമ്പാടത്ത് തന്റെ ഔദ്യോഗിക വാഹനമോടിച്ച് ഗതാഗത മന്ത്രി പരിശോധന നടത്തി. റോഡിന്റെ അപകടാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് അനിശ്ചിതകാല സമരം നടത്തുന്ന സമരപന്തലിലും മന്ത്രിയെത്തി സമരക്കാരുമായി ചർച്ച നടത്തി. വൈകിട്ട് 3 മണിയോടെയാണ് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ അപകടം നടന്ന സ്ഥലത്തെത്തിയത്. റോഡിന്റെ അപകടാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് അനിശ്ചിതകാല സമരം നടത്തുന്ന സമരപന്തലിലേക്കാണ് അദ്ദേഹം ആദ്യമെത്തിയത്. ഈ റോഡിൽ ഇറങ്ങി വരുന്ന വരവിൽ ഈ വലതുവശത്ത് വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ പാർക്ക് ചെയ്ത വണ്ടി കാണുമ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങോട്ട് പിടിക്കുമ്പോൾ ഈ റോഡിൽ നിന്ന് വണ്ടി നടക്കോട്ട് കയറി പാലക്കാട് നിന്നുള്ള വണ്ടി തിരിച്ച് കൊല്ലുന്ന ആവശ്യം ചെയ്യാവുന്നൊരു കാര്യമാണ്. ഈ സൈഡിലെ പാർക്കിംഗ് ഒഴിവാക്കിയിട്ട് നടുക്കൂടെ അങ്ങോട്ട് കയറി വരാനുള്ള ടെൻഡൻസി. തുടർന്ന് സമരക്കാരുമായി അദ്ദേഹം ചർച്ച നടത്തി. ശേഷം പനയമ്പാടത്ത് തന്റെ ഔദ്യോഗിക വാഹനമോടിച്ച് ഗതാഗത മന്ത്രി പരിശോധന നടത്തി. അപകടത്തിന് കാരണക്കാരായ ലോറി ഡ്രൈവർമാരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമെന്ന് മന്ത്രി പറഞ്ഞു. മരിച്ച കുട്ടികളുടെ കുടുംബത്തിന് ധനസഹായം നൽകുന്നത് മുഖ്യമന്ത്രിയോട് ആലോചിച്ച് തീരുമാനിക്കും. റോഡ് വീണ്ടും ഉടൻ പരുക്കനാക്കും. റോഡ് പണിതതിൽ പ്രശ്നമുണ്ട്. പാലക്കാട് നിന്ന് കോഴിക്കോട്ടേക്ക് പോകുന്ന റോഡിന്റെ വളവിൽ വീതി കുറവാണ്. ഇങ്ങനെ വരുമ്പോൾ വാഹനം വലത്തോട്ട് വരാനുള്ള പ്രവണതയുണ്ടാകും. ഇവിടെ മാറ്റം കൊണ്ടുവരാനായി റോഡിലെ ഓട്ടോ സ്റ്റാൻഡ് മറുവശത്തേക്ക് മാറ്റും. താൽക്കാലിക ഡിവൈഡറും സ്ഥാപിക്കും. സ്ഥിരമായ പരിഹാരം എന്ന നിലയിൽ നാഷണൽ ഹൈവേ അതോറിറ്റിയും PWD മന്ത്രിയും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടെ യോഗം നടത്തി വിഷയം ചർച്ച ചെയ്യും. നാട്ടുകാരുമായി വിഷയം ചർച്ച ചെയ്ത് പരിഹാരത്തിനായി നാഷണൽ ഹൈവേയോട് സംസാരിക്കുമെന്നും അവർ പണം തന്നില്ലെങ്കിൽ റോഡ് സേഫ്റ്റി അതോറിറ്റി പണം ഉപയോഗിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അതിനിടെ 4 കുട്ടികളുടെ ജീവനെടുത്ത അപകടത്തിൽ 2 ലോറികളുടെയും ഡ്രൈവർമാർക്കെതിരെ കല്ലടിക്കോട് പോലീസ് കേസെടുത്തു. ഒരു സിഗ്നൽ ലൈറ്റിനെ പറ്റി പ്രശ്നം. സിഗ്നൽ ലൈറ്റ് അവർക്ക് താല്പര്യമില്ല. സിഗ്നൽ ലൈറ്റ് വയ്ക്കുന്നതോടെ വീണ്ടും യാത്രയിൽ ഒരുപാട് കാലതാമസം, ട്രാഫിക് ജാമൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഒരു ഫ്ലാഷ് ലൈറ്റ് പോലുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ അവിടെയാണ്. 2 റോഡും ഈ റോഡും KSTP റോഡും കൂടി ചേരുന്ന ഒരു ജംഗ്ഷൻ. അപ്പോൾ അവിടെ അപകടത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് അവരെ ഉന്നയിച്ചത് ഈ അവസരത്തിൽ ഉൾക്കൊള്ളുകയാണ്. ഈ 2 പ്രശ്നങ്ങൾക്കും പരിഹാരം കാണും. KSTPയുടെ പണം ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് അവിടെ പരിഹരിക്കും, അല്ലെങ്കിൽ നാഷണൽ ഹൈവേക്കാരോട് പരിഹരിക്കും. 2 ഇല്ലെങ്കിൽ റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ പണം കൊടുക്കും. ഈ പ്രശ്നത്തിന് സ്ഥായിയായ പരിഹാരം. ഇപ്പോൾ നാട്ടുകാരുമായി സംസാരിച്ചു, ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കേട്ടു, മാധ്യമങ്ങളുടെ അഭിപ്രായങ്ങൾ കേട്ടു, പഞ്ചായത്തിൻ്റെയും മെമ്പർമാരുടെ അഭിപ്രായങ്ങൾ കേട്ടു, പോലീസിൻ്റെയും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അഭിപ്രായം കേട്ടിട്ടുണ്ട്. പക്ഷേ 5 ശുപാർശകൾ ഓഗസ്റ്റ് മാസത്തിൽ 2022 ഓഗസ്റ്റ് മാസത്തിൽ തന്നെ ഹൈവേക്ക് നൽകിയിരുന്നു. അവരത് പാലിക്കാത്തത് തെറ്റാണ്. ഏതായാലും അടിയന്തരമായി അവർ അവർ ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം. റോഡ് തീരാത്തത് കൊണ്ട് തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു പരിഹാരത്തിന് അവർ തയ്യാറാകും എന്നാണ്. UTV ന്യൂസ്, പാലക്കാട്.